മനസമാധാനം അല്ലാഹു തന്നിട്ടില്ല, മനസമാധാനം അല്ലാഹു തന്നിട്ടില്ല. ഇന്നലെ ഞാൻ ഇവിടെ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഈ സദസ്സിന് നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ 19 വർഷമായി സന്താന സൗഭാഗ്യമില്ലാത്തവർ സഹോദരങ്ങളെ, സർവ്വ ഡോക്ടർമാരും കൈയൊടിഞ്ഞ രോഗം പോലും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന് നേരിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവർ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് കണ്ടപ്പോ സഹോദരങ്ങളെ, പണം മാത്രമേ കയ്യിലുള്ളൂ. 1000 പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടന്നു പോവുകയാണ്. മാരകമായ ക്യാൻസർ ബാധിച്ചവർ, മാരകമായ രോഗം ബാധിച്ചവർ, മക്കൾക്ക് ശേഷിയില്ലാത്തവർ, ബുദ്ധി വളർച്ചയില്ലാത്ത മക്കളെയും കൊണ്ടുവന്ന ഉമ്മമാർ, സഹോദരങ്ങളെ, കടബാധ്യതകളുടെ പേരിൽ തന്നവർ. ഒരു സഹോദരൻ എൻ്റെ കയ്യിൽ വന്നിട്ട് 2 ചെറിയ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ വീട്ടിലെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാ, ഇതെന്റെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാണ്. ഇതെന്തിനു വേണ്ടി വെച്ചതാണെന്നറിയോ? ഒരു 2 ചെറിയ കമ്മലിന്റെ ഭാഗം തന്നിട്ട് അടച്ചിട്ട മുറിയിൽ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹു സർവ്വ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ഉസ്താദേ ഇത് വിട്ടിട്ട് എന്റെ മോളുടെ ഫീസ് അടക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്, പക്ഷേ ഭാര്യ സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു ഫീസ് അടച്ചില്ലെങ്കിലും വേണ്ട, കബീർ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്ക്, എവിടെ പോയാലും നമുക്കൊരു ദുആ കിട്ടുമല്ലോ, എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ. അല്ലാഹുവിന്റെ കടങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പൊന്നിന്റെ തരിയെടുത്ത് എന്റെ കയ്യിൽ തന്നവരുണ്ട്. സഹോദരങ്ങളെ, ഓമന മക്കളുമായി കയ്യിലോട്ട് വന്നു, ഉസ്താദേ ബുദ്ധി വളർച്ചയെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമ്മമാര്, വിവാഹം കഴിഞ്ഞ മക്കളില്ലെന്ന് പറഞ്ഞവർ, മോണയിൽ ക്യാൻസർ വന്നിട്ട് ഉസ്താദേ രോഗമെല്ലാം ശിവയായി പക്ഷേ മുറിവുണങ്ങുന്നില്ലെന്ന് പറഞ്ഞു വന്നവർ, അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ. ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെ ഞാൻ കേട്ടത് കഥനത്തിന്റെ കഥ മാത്രമാണ്, കണ്ണുനീരിന്റെ കഥ മാത്രമാണ്, ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, മാരകമായ പിശാച് ബാധയേറ്റ്, സിഹർ ബാധയേറ്റ് ശരീരം മുഴുവനെ ശോഷിച്ചു പോയവർ, അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ. സഹോദരങ്ങളെ, ദുഃഖമാണ് മനുഷ്യന്, ആത്മഹത്യ പെരുകുകയാണ്. രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ പ്രയാസങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്തിനാണ് മഹർ 2012, എന്തിനാണ് 7 പെണ്ണുങ്ങൾക്ക് ജീവിതം? അൻസാറുകൾ ചെയ്യുന്ന ചെയ്പ് കർമ്മം ചെയ്താൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയട്ടെ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, 1000 പ്രയാസങ്ങളുടെ മുമ്പ് ഖുശി ജിന്ദഗി की मालो में हमें सो नहीं सकता, जिंदगी की नुत्केरी पत्थर की रास्ते पर चलना चाहिए. മഹാനായ ഉറുദു കവി പറഞ്ഞതുപോലെ ജീവിതം സുഖങ്ങളുടെ പട്ടുമെത്തയല്ല, ഈ ജീവിതം സുഖത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയതല്ല. ജിന്ദഗി കി നുക്കേലി പത്തർ കി രാസ്തേ പർ ചൽനാ ചാഹിയേ, ജീവിതത്തിന്റെ കല്ലും മുള്ളും നിറഞ്ഞ ഇടവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. സഹോദരങ്ങളെ തളരരുതേ, സഹോദരങ്ങളെ പതറരുതേ. എന്തിനാ പതറുന്നത്? എന്തിനാ? മാരകമായ രോഗത്തെക്കുറിച്ച് ആവലാടി പറഞ്ഞവരോട്, പ്രയാസങ്ങൾ പറഞ്ഞവരോട് എന്തിനാ പതറുന്നത്? എന്തിനാ? കാന്താകെ ദിൽ തേര അന്തേസ തൂഫാൻ സക്കിയ നഹുദാ തൂ കശ്തി ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഹി കിസ്കി ദസ്തു തൂ ആവാദ് രഹതി ഹൈ തുझे അറാഹു തൂ റഹബർ ബി തൂ റഹറു ബി തൂ മനസിൽ ബി തൂ. കാന്താകെ ദിൽ, എന്തിനാണ് മോനെ ഹൃദയം പതറുന്നത്? എന്തിനാ? എന്തിനാ കാല് തളരുന്നത്? എന്തിനാ? കാല് തളരരുത്, ഹൃദയം പതരരുത്, കണ്ണ് നിറയരുത്, കൽബ് പിടയരുത്. നഹുദാതു, നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാതു, നിനക്കൊരല്ലാഹുവില്ലയോ? അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത തമ്പുരാണ്. യാതൊരുവിധ ചലനമില്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ച
തമ്പുരാനില്ലയോ? റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ടാക്കിയ, ആകാശത്ത് നിന്ന് ഭക്ഷണത്തളിക ഇറക്കി കൊടുത്ത, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രഗോളത്തെ പിളർത്താൻ കഴിവുള്ള നിന്റെ തമ്പുരാനില്ലയോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് നെഞ്ചിന്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഈ കാണുന്ന മുഖവും, ഈ കാണുന്ന വടിവത്ത ജുബ്ബയും, ഈ കാണുന്ന വടിവത്ത ഉടുപ്പും മുഖത്തെ സങ്കടം മറക്കാനുള്ള വെറും ഒരു മൂടുപടമാണ്. സഹോദരങ്ങളെ, ഈ മുഖത്തെ പുഞ്ചിരി അവന്റെ ഹൃദയത്തിന്റെ വേദന മറക്കാനുള്ള മൂടുപടമാണ്. ഈ കാണുന്ന ഈ കോട്ടുണ്ടല്ലോ, അത് എന്റെ ശരീരത്തിന്റെ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറക്കാനുള്ള വെറും ഒരു ആവരണം മാത്രമാണ്. അതിന്റെ ഉള്ളിൽ പ്രയാസങ്ങൾ, കടബാധ്യതകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഖുർആനല്ല പറഞ്ഞത്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ക്ലേശമേ മനുഷ്യന്, ക്ലേശമേ മനുഷ്യന്, ദുഃഖമേ മനുഷ്യന്. പട്ടിണി വന്നിട്ട് ഇതേവരെ കാട്ടാന ചത്തുപോയിട്ടില്ല. സഹോദരങ്ങളെ, ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യൻ തിന്നിട്ട് അവന്റെ വിസർജം കൊണ്ടുപോയി വലിച്ചെറിയുന്ന, പുടുത്തു നാറിപ്പോയ പഴവർഗ്ഗങ്ങൾ നക്കി നിൽക്കുന്ന പട്ടിക്ക് ഇതേവരെ ക്യാൻസർ വന്നിട്ടില്ല. മനുഷ്യൻ കഴിയുന്നത് ഏറ്റവും നല്ല ഭക്ഷണം, മനുഷ്യൻ കഴിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം. അവൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് തിന്നുന്നത്. പക്ഷേ ആ പഴവർഗ്ഗങ്ങൾ കിടന്ന് പുടുത്തു നാറിയിട്ട് അത് നക്കി തിന്നുന്ന പട്ടിയുടെ ആമാശയത്തിന് ഇതേവരെ ക്യാൻസർ വന്നിട്ടില്ല. നായക്ക് ഇതേവരെ ക്യാൻസർ വന്ന് മരിച്ചു പോയിട്ടില്ല, ചത്തുപോയിട്ടില്ല. പക്ഷേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ എന്തേ അവന്റെ ആമാശയത്തിന് മാത്രം ക്യാൻസർ വന്നു? അവന്റെ ഹൃദയത്തിന് മാത്രം എന്തേ ബ്ലോക്കായി? ഏറ്റവും വലിയ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന പന്നിയില്ലേ, ഇറച്ചി കടിച്ചു പോകുന്ന പട്ടിയില്ലേ, ഇതേവരെ പട്ടിയുടെ ഹൃദയത്തിന് ബ്ലോക്ക് വന്നിട്ടില്ല. മനുഷ്യനേക്കാൾ 10 ഇരട്ടി ഭക്ഷണം കഴിക്കുന്ന ആനയ്ക്ക് ഇതേവരെ വയറുവേദന വന്ന ചരിത്രമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവൻ മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യന്റെ ദുഃഖം മാറ്റാൻ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ദുഃഖം വരുത്താതിരിക്കാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? മഹർ 2012 എന്ന പേരിൽ 7 നിർദ്ധരായ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുമ്പോ ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, മനസാവാദാ കർമ്മണ ഓടി നടന്നവർ, എന്താണ് ഉസ്താദേ ഞങ്ങളുടെ ഇതിന്റെ പ്രതിഫലമെന്ന് ചോദിച്ചാ, മഹർ 2012 ബാഡ്ജും കടുത്തിലിട്ട് ഓടി നടക്കുന്ന സംഘാടകരെ, ചെറുപ്പക്കാരെ, ഓരോ പവനുകളായി, അലിക്കത്തുകളായി കാതിൽ കിടക്കുന്ന ഈ അലിക്കത്തെടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്ത ഉമ്മമാരെ, ഇതിന്റെ പ്രതിഫലം എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? 5 പവനും 10 പവനും കൊടുത്തവർ, വേണ്ട 1 രൂപയെങ്കിലും കൊടുത്തവർ, ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെട്ടവർ, എന്താ ഇതിന്റെ പ്രതിഫലം എന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിച്ചാലുള്ള പ്രതിഫലം എന്തെന്നറിയോ? നിങ്ങൾ ചോദിക്കും, ഉസ്താദേ ഇതെന്താ പ്രതിഫലം എന്ന് ചോദിച്ചാ നിങ്ങൾ പറയുമായിരിക്കും, ഉസ്താദേ നാളെ അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാനാ. ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അല്ലാഹു ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നൽകും. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ സഹോദരങ്ങളെ പോലെ അടുത്തറിഞ്ഞ ഞങ്ങൾ, കൂട്ടുകാരെ പോലെ കളിതിരി പറഞ്ഞ നിങ്ങൾ വിട പറയാൻ എനിക്ക് പ്രയാസമാണ്. യഥാർത്ഥത്തിൽ 2 മണിക്കൂർ കഴിഞ്ഞ് സലാം പറയാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ ഇന്ന് 1:30 മംഗള എക്സ്പ്രസിൽ കയറിപ്പോയാലും നാളെ രാത്രി അഹ്മദ് കബീറിന്റെ ശരീരമേ കൊല്ലത്തുള്ളൂ. എന്റെ റൂഹ് ഇവിടെ തന്നെയാണ്. വിട പറയാൻ പ്രയാസമാണ്. പക്ഷെ എങ്ങനെയാ വിട പറയാതിരിക്കുക? സഹോദരങ്ങളെ എങ്ങനെയാ വിട പറയാതിരിക്കുക? 3 വയസ്സുകാരെ പൊന്നുമോൻ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ വാപ്പി എത്തിയില്ല,
മിണ്ടിയില്ലെങ്കിൽ വാപ്പയോട് മിണ്ടുകയില്ല. എല്ലാവർക്കും മനസ്സിലൊരു ദൗർബല്യമുണ്ട്. ഏറ്റവും വലിയ ദൗർബല്യം നമ്മുടെ പൊന്നുമക്കളാണ്. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രതിഫലം എന്താ? ഈ നന്മയുടെ സദസ്സിന്റെ പ്രതിഫലം എന്താ? അതറിയണമെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് പുറകിലേക്ക് പോവുക. എന്റെയും നിങ്ങളുടെയും നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിനെ ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഞാൻ ഇന്ന് പറയുന്നത് പച്ചയായ ജീവിതത്തെ കുറിച്ചാ, ആട്ടത്തെ കുറിച്ചല്ല, ന്യൂട്രോണുകളെ കുറിച്ചല്ല. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയുന്നത് മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെ കുറിച്ചാ. അള്ളാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിൽ ജിബ്രീൽ കെട്ടിപ്പിടിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചു മറച്ച് തേബതുവോടെ വികുലതയോടെ വിഭ്രാന്തിയോടെ അള്ളാഹുവിന്റെ റസൂൽ ഓടിയത് എവിടേക്കെന്നറിയോ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്റെ ഖദീജ എനിക്ക് പേടിയാകുന്നു, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ എന്ന് വേപതുവോടെ വികുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോട് അള്ളാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 2 കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിലോട്ട് ശിരസ് വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കുകൾ, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ സുവിദിതമാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ വാക്ക് കടമെടുത്തിട്ട് പറയട്ടെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പേടിച്ച് പറച്ച് മടിയിൽ കിടക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, വല്ലാഹി വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഈ മഹർ 2012 വേണ്ടി സ്വന്തം പെങ്ങളെ സ്വന്തം കൂടപ്പറപ്പിനെ കെട്ടിച്ചു വിടുന്നതിനേക്കാളേറെ താല്പര്യത്തോട് ഓടി നടന്ന ഇതിന്റെ സംഘാടകര്, ഇതിനു വേണ്ടി സഹായിച്ചവര്, മനസാവാദാ കർമ്മണ വന്നവര്, അഹമ്മദ് കബീർ പറയുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഇതെന്റെ വാക്കുകളല്ല. ഖദീജ ബീവി പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിനോട്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കില്ല നബിയേ, അല്ലാഹു അങ്ങേ പരീക്ഷിക്കില്ല നബിയേ, അങ്ങേക്ക് അല്ലാഹു സങ്കടം തരില്ല യാ റസൂലല്ലാഹ്. എന്താ അങ്ങേ ദുഃഖിപ്പിക്കാത്തതെന്നറിയോ? മഹറിന്റെ പ്രവർത്തകരെ കേട്ടുകൊള്ളുക, സഹായിച്ചവരെ കേട്ടുകൊള്ളുക, കേൾക്കുന്നവരെ കേട്ടുകൊള്ളുക. അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇന്നകല തസിലു റഹ്മ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോ? വതസ്തുഖുൽ ഹദീസ, അങ്ങ് സത്യം പറയുന്നവനല്ലയോ? വതഹ്മിലുൽ കല്ല, വതഹ്മിലുൽ കല്ല, മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ? മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 പെൺകുട്ടികളുടെ വാപ്പയുടെ ചുമലിന്റെ ഭാരം, അവരുടെ ഉമ്മയുടെ ചുമലിലെ ഭാരം, ആ ഭാരം ഏറ്റെടുത്തവരല്ലേ നിങ്ങൾ? ആ ഭാരം ഏറ്റെടുത്തവരല്ലേ നിങ്ങൾ? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലാ യുഖ്സികല്ലാഹ്, അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല. ഇതിന്റെ പ്രതിഫലം സ്വർഗത്തിലല്ല, സ്വർഗത്തിലെ ഇതിന്റെ പ്രതിഫലം 2 പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ അല്ലാഹു നൽകുന്നത് 3 പ്രതിഫലം, സ്വർഗത്തിലല്ല നൽകുന്നത് 2 പ്രതിഫലം. ഇത് 5 പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് സലാം പറയൂ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മറ്റൊരുത്തന്റെ ഏറ്റവും വലിയ ചുമലിലെ ഭാരം ഏറ്റെടുക്കുന്നവന് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു അവനെ ദുഃഖിപ്പിക്കുകയില്ല. എന്റെ പൊന്ന് സഹോദരങ്ങളെ, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കില്ല. അങ്ങനെ ദുഃഖിപ്പിച്ചെങ്കിൽ തന്നെ ആ ദുഃഖം മാറ്റിത്തരാൻ, ഏത് പ്രയാസവും മാറ്റിത്തരാൻ, ഏത് കണ്ണുനീരും മാറ്റിത്തരാൻ നിങ്ങളുടെ ഒരൊറ്റ പ്രവർത്തനം മാത്രം മതിയെന്ന് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഫക്കീറോങ്കി മൽജാ, ലൈഫോങ്കി മഅവാ, യതീമോങ്കി വാലി,
ഗുലാമോങ്കി മൗലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്ത ജോലി, അഗതികളുടെ അനാഥകളുടെ സംരക്ഷകനാക്കിയ ജോലി, ആ ജോലി ചെയ്യുന്നവർ അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഒരിക്കലും അല്ലാഹു ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല. ഒരിക്കലും ജീവിതത്തിൽ അല്ലാഹു ദുഃഖിപ്പിക്കുകയില്ല. എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങൾ മാറാൻ അല്ലാഹു ഒരൊറ്റ സൽപ്രവർത്തനത്തിന് കാരണമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അൻസാറുകൾ ചെയ്ത ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒന്നാമത്തെ പ്രതിഫലം, ദുനിയാവിൽ 3 പ്രതിഫലം, ആഖിറത്തിൽ 2 പ്രതിഫലം. ദുനിയാവിൽ നിങ്ങൾ എന്താ വിചാരിച്ചു ഉസ്താദെ ഇതിന്റെ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ ഒരു വീടല്ല, ദുനിയാവിൽ തന്നെ ഉള്ള പ്രതിഫലം തരും. ദുനിയാവിൽ 3 പ്രതിഫലം, ആഖിറത്തിൽ 2 പ്രതിഫലം. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയാം. ചെറുക്കളയിലെ പെങ്കൊച്ചിന്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറയാം. എന്നാൽ എല്ലാവരെയും വിഷയം അതാ, ചെറുക്കളയിലെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എല്ലാവരും സദസ്സിലോട്ട് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് അവസാനം എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് നിന്ന് 10 സലാത്ത് ചൊല്ലി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസം മാറ്റി കൊടുത്ത ആ സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ണീരോടെ ദുആ ചെയ്ത് വേണം എനിക്ക് നിങ്ങളോട് സലാം പറയാൻ. നാളെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ ഞാൻ ശരീരം എവിടെയാണെങ്കിലും റൂഹ് ഇവിടെ ആയിരിക്കും. ഒന്നാമത്തെ പ്രതിഫലം വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അല്ലാഹു ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹ് ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? ആ ദുഃഖത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം നൽകില്ല. ഏറ്റവും വലിയ ദുഃഖം ഏതാണ്? ഏറ്റവും വലിയ ദുഃഖം വന്നാൽ നമുക്കുണ്ടാകേണ്ട 2 താങ്ങേ ഉള്ളൂ. ആ 2 താങ്ങും അല്ലാഹു ഇവിടെ വെച്ച് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം ഫീ ലൗഹിൽ ഖുർആൻ. ഖുർആനാണ് പറയുന്നത്, എൻ്റെ പൊന്നു മഹറിൻ്റെ സംഘാടകരെ, സഹായിച്ചവരെ, നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല. നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഈ സ്വർണ്ണാലിക്കത്തൊന്നും പാഴായി പോകൂല. കാരണം ഇത് എല്ലാ ദുഃഖവും മാറാനുള്ള കാരണമാണ്. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഒടിച്ചു മാറ്റട്ടെ. അല്ലാഹു എല്ലാവിധ ദുഃഖങ്ങളും അല്ലാഹു ഒടിച്ചു മാറ്റട്ടെ. എന്താ ആമീൻ പറയാത്തത്? ഇപ്പഴേ ദുഃഖമായ എന്താ സഹോദരങ്ങളെ? ജീവിതത്തിന് എന്താ അർത്ഥമാവുള്ളത്? ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത്? പണം കയ്യിലുണ്ട്. കാസർഗോഡുകാരെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുമായിരുന്നു, അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. നമുക്കൊക്കെ നുള്ളിയാണ് തന്നേക്കുന്നത്. കാസർഗോഡുകാർക്ക് അള്ളാഹു വാരിയാണ് കൊടുത്തിരിക്കുന്നത്. അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. എനിക്കൊന്ന് ബറാത്ത് രാവിലെ ഏറ്റവും കൂടുതൽ യാസീൻ ഓതുന്ന കാസർഗോഡുകാരാണ്. എന്തോ ഒരു ചാപ്പാടാണ്. ഈ ബറാത്ത് രാവിലാണല്ലോ ഒരു വർഷത്തെ ഭക്ഷണം. അടുത്ത വർഷത്തെ ഒരു ബറാത്ത് രാവിലെ യാസീൻ ഓതി അടുത്ത